ഹലോ വ്യൂവേഴ്സ്, നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. എൻ്റെ പേര് ഗംഗ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് പെർഫോമൻസ് ആണ്, ഏഷ്യൻ പെയിൻറ്റിൻ്റെ പെർഫോമൻസ് ആണ്. അതിലൂടെ ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മുടെ സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് കറക്റ്റ് ടൈമിൽ കറക്റ്റ് സ്റ്റോക്കുകളിൽ എങ്ങനെ എൻട്രി എക്സിറ്റ് ചെയ്യാമെന്നുള്ളതാണ്. എക്സാമ്പിളിലാണ് ഞാനിവിടെ ഏഷ്യൻ പെയിൻറ്റിൻ്റെ ലൈവിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്റ്റോക്കുകൾ ഇങ്ങനെ ആഡ് ചെയ്ത് വിടുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ സോഫ്റ്റ് നമുക്ക് എൻട്രി എക്സിറ്റ് സ്റ്റോപ്പ് ലോസ് ഉൾപ്പെടെ എല്ലാം ലൈവിൽ കാണിച്ചു തരും. ഒരു 80 to 90% ആക്യുറസി കൺഫേം തരുന്ന ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ് നമ്മുടേത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ലൈവായിട്ട് പെർഫോമൻസ് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വിളിക്കുക. എൻ്റെ പേര് ഗംഗ. 9061973737 താഴെ ഡിസ്പ്ലേ ആവുന്ന ഒരു നമ്പർ കോൾ ചെയ്യാം, മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിൻ്റെ ഡയറക്റ്റ് ലിങ്ക് ഇട്ടുകൊണ്ട് ക്ലിക്ക് ചെയ്താൽ ചാറ്റിലോട്ട് വരാം. അപ്പം നമുക്കിത് ജസ്റ്റ് പറഞ്ഞുതരാം ഞാൻ എങ്ങനെയാണെന്നുള്ളത്. അപ്പം ഏഷ്യൻ പെയിൻറ്റിൻ്റെ ലൈവ് മാർക്കറ്റ് റേറ്റ് ആണ് ഈ വരുന്നത് 3273. ഇതുപോലെ നിങ്ങൾ ഏത് സ്റ്റോക്ക് എടുത്തിട്ടാലും അതിൻ്റെ മാർക്കറ്റ് വാല്യൂ ഇവിടെ ഡിസ്പ്ലേ വരും. ഇതിനകത്തൊരു വൈറ്റ് കളറിലെ വെർട്ടിക്കൽ ലൈൻ കാണാൻ നിങ്ങൾക്ക്, അത് ഡേ സെപ്പറേഷൻ ലൈൻ, അതായത് ഇന്നത്തെ മാർക്കറ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും റെഡ് ആരോ കിടപ്പുണ്ട്, അത് സെൽ ചെയ്യാനുള്ള ഇൻഡിക്കേഷൻ ആണ്. ഗ്രീൻ അപ്പ് ആരോ ബൈ ചെയ്യാനുള്ള ഇൻഡിക്കേഷൻ ആണ്. അപ്പോൾ സിഗ്നൽസ് എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വരും. അപ്പം നിങ്ങൾ കേട്ട ഒരു സൗണ്ട് ഉൾപ്പെടെ സിഗ്നൽ വരുമ്പോൾ നമുക്ക് അലേർട്ട് മെസ്സേജ് വിത്ത് സൗണ്ടോടുകൂടി കേൾക്കാൻ പറ്റും. ഈ അലേർട്ട് മെസ്സേജിൽ എഴുതി കാട്ടിത്തരും ഏത് റേറ്റിൽ നമ്മൾ ബൈ ചെയ്യണം, ഏത് റേറ്റിൽ സെൽ ചെയ്യണം, ഡീറ്റെയിൽസ് നമുക്ക് എഴുതി കാണിച്ചു തരും. ഇപ്പോൾ നമുക്ക് ഈ ലാസ്റ്റ് ബൈ എടുക്കാം. ഈ ബൈ വന്നിരിക്കുന്നത് വെച്ചാൽ നമുക്ക് മേളിൽ നോക്കി അറിയാൻ പറ്റും 3264 10:55 വന്ന ബൈ ആണ്. അപ്പോൾ ഈ സിഗ്നൽ വരുമ്പോൾ നമ്മൾ കയറി ഉടനെ ട്രേഡ് ചെയ്യില്ല. കാരണം വെച്ചാൽ ട്രേഡിംഗ് സപ്പോർട്ടിംഗ് സോഫ്റ്റ്വെയർ, ടെക്നിക്കൽ അനലൈസ് സോഫ്റ്റ്വെയർ നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ട്രേഡിങ്ങിൽ ഉണ്ടാകുന്ന ലോസിനെ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് സിഗ്നൽ എടുക്കുന്നതിന് മുമ്പായിട്ട് കൺഫോർമേഷൻ പാർട്ടുണ്ട്. ആ ഒരു 2 കൺഫോർമേഷൻ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ട്രേഡ് എടുത്തേച്ചാൽ മതി. ഇപ്പോൾ ഒരു ബൈ സിഗ്നൽ ആണെങ്കിൽ എൻ്റെ ഫസ്റ്റ് കൺഫോർമേഷൻ എന്ന് പറയുന്നത് ഇവിടെ താഴെ പ്രൈസ് ബൈ സോൺ എന്ന് എഴുതിയും കാണിക്കണം. അതുപോലെ ആരോടെ താഴെ ബാറുണ്ട്, അത് നമ്മുടെ കൺഫർമേഷൻ ബാറാണ്. അത് ഗ്രീൻ ആണെന്നുണ്ടെങ്കിൽ മാത്രം ട്രേഡ് എടുക്കുക. ഇത് കൺഫേം ആണെങ്കിൽ ഡയറക്റ്റ് നമുക്ക് നമ്മുടെ ബ്രോക്കറിൻ്റെ പ്ലാറ്റ്ഫോമിൽ തന്നെ ട്രേഡ് എടുക്കാം. ഏത് ബ്രോക്കർ പ്ലാറ്റ്ഫോമാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് അതിൽ തന്നെയാണ് ട്രേഡ് ചെയ്യേണ്ടത്. സിഗ്നലിൽ വന്ന് ആ റേറ്റ് 3264, താഴെ നോക്കുക ടാർഗറ്റ് 3271, 3277, 3282. ഇതിനകത്ത് 2 ടാർഗറ്റ് ഓൾറെഡി അടിച്ചിട്ടുണ്ട്. അപ്പം സിഗ്നൽ വന്നത് കൺഫേം ആണെങ്കിൽ ഞാൻ പറഞ്ഞൊരു 80 to 90% ആക്യുറസി നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ടും കിട്ടും. അപ്പം നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഫ്രണ്ടിലുള്ള സെല്ല് നോക്കാം. ഇവിടെ സെല്ല് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ നമ്മളിത് എടുക്കേണ്ടായിരുന്നു. കാരണം അത് കൺഫേം അല്ല. താഴത്തെ ബാർ എന്തായിരിക്കണം, ആ സമയം സെല്ലാണെങ്കിൽ റെഡ് ആയിരിക്കണമായിരുന്നു. പ്രൈസും സെൽസും ആണെങ്കിൽ മാത്രം എടുത്താൽ മതിയായിരുന്നു. അപ്പോൾ ബാറിൻ്റെ കൺഫർമേഷൻ ഇല്ലെങ്കിൽ ആ സിഗ്നൽ കൺഫേം അല്ല. ദെൻ നമ്മൾ ഇത്തരം കൺഫർമേഷൻ ചെക്ക് ചെയ്ത് ഫേക്ക് ആയിട്ടുള്ള സിഗ്നൽസ് അവോയ്ഡ് ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് സിഗ്നൽ വന്ന് ഓൾറെഡി കയറി നോക്കി 2 ടാർഗറ്റ് എടുത്തു. ഇപ്പോൾ ഒരു ട്രേഡ് മിസ് ചെയ്യുന്ന ഒരാളാണ്, ഒരു മിസ്സായി പോയെന്ന് വിചാരിക്കുക. നമ്മൾ ഡയറക്റ്റ് എൻട്രി മിസ് ചെയ്തു. 10:55 വന്ന ടാർഗറ്റ് എൻട്രി നമ്മൾ മിസ്സായി പോയെങ്കിൽ സോഫ്റ്റ് തരുന്ന ഒരു റീ എൻട്രി ഓപ്ഷൻ കൂടെ നമുക്ക് തരും. റീ എൻട്രി എന്ന് വെച്ചാൽ മാർക്കറ്റ് അപ്പം നിൽക്കുന്ന ലെവലിൽ നിന്ന് ഒരു എൻട്രിയും നിങ്ങൾക്ക് കാണിച്ചു തരും, ഒരു എക്സിറ്റ് ലെവലും കാണിച്ചു തരും. 3173 എൻട്രി ഉണ്ട്, 80 ഒരു എക്സിറ്റും കാണിച്ചുണ്ട്. അതുപോലെ ഇതുപോലെ നമുക്ക് റീ എൻട്രി സജഷൻ സോഫ്റ്റ്വെയർ കാണിച്ചു തരും. സ്റ്റോപ്പ് ലോസ് സെയിം തന്നെ നമുക്ക് ഫോളോ ചെയ്യാം, കാരണം അത് ട്രെയിലിംഗ് ആണ്. അപ്പോൾ ഇതിനകത്തൊരു റെഡ് സ്റ്റാർ കാണുന്നില്ല, അത് റെസിസ്റ്റ് ചെയ്യുന്ന ലെവലാണ്. താഴത്തൊരു ബ്ലൂ സ്റ്റാർ കാണുന്നില്ല, അത് സപ്പോർട്ട് ലെവലാണ്. അപ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് സപ്പോർട്ട് ലെവൽസും ഇതുപോലെ എഴുതി കാണിക്കും. സൈഡ് ഉൾപ്പെടെ നമുക്ക് ഇൻഡിക്കേഷൻ തരും. അപ്പോൾ സിഗ്നൽ ഫോളോ ചെയ്യുന്ന വളരെ സിമ്പിളാണ്. സോഫ്റ്റ് നമുക്ക് നമ്മൾ എടുത്തിരിക്കുന്ന ഏതൊക്കെയാണ് ചാർട്ട്, ഇപ്പം ഇത് നമുക്ക് എക്സൽ ഷീറ്റ് പോലെ ഇപ്പം നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. അത് ഡോക്ടർ റെഡി, മാരുതി, അതുപോലെ ക്രൂഡ് ഓയിൽ, ബാങ്ക് നിഫ്റ്റി, ACC, ഇതുപോലെ നമ്മൾ ചാർട്ട് ഓപ്പൺ ചെയ്യും. ഇതുപോലെ നിങ്ങൾക്ക് വേണ്ട ഏതൊക്കെയാണ് അതുപോലെ ഇത് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏതിലെങ്കിലും സിഗ്നൽ വരുമെങ്കിൽ ഉടനെ നമുക്ക് ഈ ഇൻഡിക്കേഷൻ വരും. അതിനകത്ത് പേര് ഉൾപ്പെടെ എഴുതിയും കാണിച്ചു തരും. ജസ്റ്റ് നമ്മൾ കൺഫേം ആണെന്ന് നോക്കുക, ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുക. ഇതിന് കൂടെ നമുക്കൊരു എക്സ്ട്രാ സ്കാനറും കൂടെ തരുവേ. സ്കാനർ എന്ന് വെച്ചാൽ ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് വെച്ചാൽ നമുക്കിതിനകത്ത് ഒരു 100 സിമ്പിൾസ് ഒരു ആഡ് ചെയ്യാം. ഒറ്റയടിക്ക് നമുക്ക് അറിയാൻ പറ്റും ഏതൊക്കെ ഏതൊക്കെ ചാർട്ടുകൾ ഏതൊക്കെ ട്രെൻഡാണെന്നുള്ള, ഏതൊക്കെ സ്റ്റോക്കുകൾ ഏതൊക്കെ ട്രെൻഡാണെന്നുള്ള ഒറ്റയടിക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ആദ്യം കാണിക്കുന്ന നിഫ്റ്റിയിൽ 3 ഗ്രീൻ ആരോ, ദാറ്റ് മീൻസ് അവിടെ ഫുൾ അപ് ട്രെൻഡ് നടക്കുവാണ്. അതുപോലെ റെഡ്, ഇവിടെ 3 റെഡ് ആരോ, അതായത് ഫുൾ ഡൗൺ ട്രെൻഡ് നടക്കുകയാണ്. ബജാജ് ഫിനാൻസിൽ അപ് ട്രെൻഡാണ്, ഇൻഫീൽ അപ് ട്രെൻഡാണ്, മാരുതി അപ് ട്രെൻഡാണ്, ACCയിൽ മേജർ ട്രെൻഡ് അപ്പാണ്, ഇടയ്ക്കൊന്ന് ഇറങ്ങുകയും ചെയ്യുന്നു. അദാനി ഫുൾ എൻ്റർപ്രൈസ് ഫുൾ അപ് ട്രെൻഡിലാണ്, അദാനി പോർട്ട് അപ് ട്രെൻഡിലാണ്, അംബുജ സിമെൻറ്റ് മേജർ ട്രെൻഡ് അപ്പാണ്.
ഇതുപോലെ ഒറ്റയടിക്ക് ബജാജ് ഫിനാൻസ്, ബജാജ് ഫിൻസർവ് എല്ലാം അപ് ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ചാർട്ടുകളൊന്നും ഞാൻ എൻ്റെ ചാർട്ട് വിൻഡോയിൽ ഓപ്പൺ ചെയ്തിട്ടില്ല. പക്ഷേ എങ്കിൽ കൂടി അതിൻ്റെ സ്കാനറിലുള്ളതുകൊണ്ട് നമുക്ക് ഇതുപോലെ ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പം ഇത് വളരെ സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞു തരും. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കാം. പിന്നെ ഇത് നമ്മൾ ലൈവായിട്ട് കാണിച്ച് നിങ്ങൾക്ക് ഡയറക്റ്റ് ഓഫീസ് വരണമെങ്കിൽ ഓഫീസ് വരണം. നമ്മൾ ഓഫീസ് ആലപ്പുഴ ഡിസ്ട്രിക്ട് ചേർത്തല നമുക്ക് ഓഫീസും ഉണ്ട്. 2009 തൊട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.